നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സിപിഎം നാട്ടിക ഏരിയ കമ്മിറ്റി ഓഫീസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിങ്കളാഴ്ച ഉദ്ഘാടനം ചെയ്യും. പിതാവിന്റെ പാതയിൽ 60 തവണ രക്തദാനം നൽകി മുഹമ്മദ് സാബിർ. വലപ്പാട് 18-ാം വാർഡിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ കളഞ്ഞുകിട്ടിയ കൈച്ചെയിൻ ഉടമയ്ക്ക് തിരിച്ചു നൽകി മാതൃകയായി. വാർത്തകൾ തുടരുന്നു. സിപിഎമ്മിന്റെ പുതിയ നാട്ടിക ഏരിയ കമ്മിറ്റി ഓഫീസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിങ്കളാഴ്ച ഉദ്ഘാടനം നിർവഹിക്കും. സിഒ പൗലോസ് മാസ്റ്റർ മന്ദിരം എന്ന പേരിൽ നിർമ്മാണം പൂർത്തിയാക്കിയ സിപിഎം നാട്ടിക ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം 16-ന് വൈകിട്ട് 4-ന് കേരള മുഖ്യമന്ത്രിയും സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയൻ നിർവഹിക്കുന്നു. തുടർന്ന് തൃപ്രയാർ TSGA സ്റ്റേഡിയത്തിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി സംസാരിക്കും. സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു, ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ AC മൊയ്തീൻ, MM വർഗീസ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ എന്നിവർ സംസാരിക്കും. 10 സെന്റ് സ്ഥലത്ത് 6000 സ്ക്വയർ ഫീറ്റിലാണ് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. മെയിൻ ഹാൾ, വർഗ ബഹുജന സംഘടനാ ഹാൾ, ചെത്തുതൊഴിലാളി യൂണിയൻ ഓഫീസ്, ലക്ഷ്മി സൈഗാൾ കാരുണ്യ കേന്ദ്രം ഓഫീസ്, ഏരിയ സെക്രട്ടറിയുടെ ഓഫീസ്, ഏരിയ കമ്മിറ്റി യോഗം ചേരുവാനുള്ള ഹാൾ, മീഡിയ റൂം, 2 വിശ്രമമുറി, മുകളിലത്തെ നിലയിൽ 200 പേർക്ക് ഇരിക്കാവുന്ന ഹാൾ എന്നിങ്ങനെയാണ് സജ്ജമാക്കിയിട്ടുള്ളത്. ഇതിനോട് ചേർന്നാണ് 3 സെന്റ് സ്ഥലത്ത് KV പീതാംബരൻ സ്മാരക ലൈബ്രറി മന്ദിരം കൂടി ഉയരുന്നുണ്ട്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായാണ് പഴയ ഓഫീസ് കെട്ടിടവും സ്ഥലവും വിട്ടു നൽകിയത്. തൃപ്രയാർ ബസ് സ്റ്റാൻഡിന് വടക്കുവശത്ത് 1979-ൽ പാർട്ടി മെമ്പറായിരുന്ന വെങ്ങാലി വാസുദേവൻ സംഭാവനയായി നൽകിയ 5 സെന്റ് സ്ഥലത്താണ് 2 നിലയിലായി ഉണ്ടായിരുന്ന പഴയ ഓഫീസ് സ്ഥിതി ചെയ്തിരുന്നത്. ഈ ഓഫീസ് വിട്ടു നൽകിയതിന്റെ ഭാഗമായി ലഭിച്ച തുക വിനിയോഗിച്ചാണ് തൃപ്രയാർ പോളി ജംഗ്ഷന് വടക്കുവശം BSNL ഓഫീസിന് സമീപം പുതിയ 3 നില കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. സംഘാടക സമിതി കൺവീനർ MA ഹാരിസ് ബാബു, ചെയർമാൻ PM അഹമ്മദ്, ട്രഷറർ അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ്, KR സീത, TS മധുസൂദനൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. എത്ര സംഖ്യ കിട്ടും, എന്ത് കിട്ടും എന്നുള്ളത് ഞങ്ങൾക്ക് ധാരണ അന്നുണ്ടായിരുന്നു. നാട്ടിലെ വികസനത്തിനോടൊപ്പം ചേർന്ന് പിന്നീട് നാഷണൽ ഹൈവേ അതുമായി ബന്ധപ്പെട്ട് ഏരിയകൾക്ക് കൊടുക്കുന്ന സംഖ്യ CPM ലഭ്യമായി. ഏരിയ സ്ഥാനത്ത് 10 സെന്റ് സ്ഥലം CPMന്റെ നാട്ടിൽ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ഇരിക്കുകയും അവിടെ ഏകദേശം 6000 സ്ക്വയർ ഫീറ്റിൽ കെട്ടിടമാണ്. എല്ലാ സംവിധാനത്തോടു കൂടി അവിടെ പടുത്തുയർത്തിയിട്ടുള്ളത്. അതിൻ്റെ ഉദ്ഘാടനവും 16-ാം തീയതി CPMന്റെ പോർട്ടുകളുണ്ട്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. 8ാമത് TMC ഗ്രാമീയ വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണം 2025 ഇന്ന് നടക്കും. കേരള വിഷൻ വരിക്കാരുടെ മക്കളിൽ നിന്ന് SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 8ാമത് TMC ഗ്രാമീയ വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണം ഇന്നുച്ചയ്ക്ക് 2 മുതൽ തൃപ്രയാർ കിഴക്കേനടയിലുള്ള കോർണിഷ് കൺവെൻഷൻ സെന്ററിൽ നടക്കും. വിദ്യാർത്ഥികൾക്ക് പുരസ്കാരവും ക്യാഷ് അവാർഡും നൽകി ആദരിക്കുന്ന ചടങ്ങ് കേരള റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ ഉദ്ഘാടനം ചെയ്യും. COA സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് PB അധ്യക്ഷനാകും. സൗജന്യ ബ്രോഡ്ബാൻഡ് പദ്ധതിയുടെ ഉദ്ഘാടനം നാട്ടിക MLA CC മുകുന്ദൻ നിർവഹിക്കും. വിജ്ഞാന കേരളം സ്ട്രാറ്റജിക് അഡ്വൈസർ ഡോക്ടർ P സരിൻ മുഖ്യപ്രഭാഷണം നടത്തും. മനോരമ ന്യൂസ് ഷാനി പ്രഭാകർ ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കും. സിനിമാ ഗാനരചയിതാവ് ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ വിശിഷ്ടാതിഥിയായി ചടങ്ങിൽ പങ്കെടുക്കും. സ്വന്തം വൃക്ക ദാനം ചെയ്ത് മാതൃകയായ ഷൈജു സായി റാമിനെ COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ആദരിക്കുന്നു. ജനപ്രതിനിധികളും കേബിൾ TV വ്യവസായത്തിലെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും.
മതിലകം ഗ്രാമപഞ്ചായത്ത് വയോജന പാർക്ക് നാടിന് സമർപ്പിച്ചു. മതിലകം ഗ്രാമപഞ്ചായത്തിലെ പോളക്കുളത്തിനോട് ചേർന്ന 7-ാം വാർഡിൽ വയോജനങ്ങൾക്കായി നിർമ്മിച്ച വയോജന പാർക്കിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ നിർവഹിച്ചു. മണപ്പുറം ഫൗണ്ടേഷന്റെ CSR ഫണ്ടിൽ നിന്ന് അനുവദിച്ച 2,40,000 രൂപ വിനിയോഗിച്ചാണ് വയോജന പാർക്കിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ചടങ്ങിൽ മണപ്പുറം ഫൗണ്ടേഷൻ ജനറൽ മാനേജർ ജോർജ് മാറോലി, N. ജസീല മോൾ, MK ജ്യോതിഷ്, നിതിൻ, ജിതിൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS രാജു, സെക്രട്ടറി KS രാമദാസ്, ജനപ്രതിനിധികളായ MK പ്രേമാനന്ദൻ, സുമതി സുന്ദരൻ, മാലതി സുബ്രഹ്മണ്യൻ, EK ബിജു, OA ഷെരീഫ്, ജഷ്ന ഷമീർ, ഹിദ രതീഷ്, VR ശ്രീകല എന്നിവർ പങ്കെടുത്തു. ബാലഗോകുലം ഇരിങ്ങാലക്കുട ജില്ലാ സമ്മേളനം 16 ഞായറാഴ്ച തൃപ്രയാർ രാധാകൃഷ്ണ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ തൃപ്രയാറിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഗോകുലം ജില്ലാ അധ്യക്ഷൻ PI സോമനാഥൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കലാപ്രതിഭ പൗർണമിലാൽ ഉദ്ഘാടനം നിർവഹിക്കും. തുടർന്ന് SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ഗോകുലാംഗങ്ങളെ അനുമോദിക്കും. ബാലഗോകുലം ഉത്തരമേഖലാ സെക്രട്ടറി NV പ്രജിത്, തൃപ്രയാർ കപിലാശ്രമം മഠാധിപതി സ്വാമി തേജസ്വരൂപാനന്ദ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തും. പൊതുസമ്മേളനത്തിന് ശേഷം 5 ഗോകുല താലൂക്കുകളെ പ്രതിനിധീകരിച്ച് 150 പ്രതിനിധികളുടെ സമ്മേളനവും ഉണ്ടാകുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ബാലസമിതി അധ്യക്ഷൻ സത്ലജ് കൃഷ്ണ, കാര്യദർശി മാളവിക CS, ജില്ലാ സെക്രട്ടറി K. സുനിൽകുമാർ, സ്വാഗത സംഘം ചെയർമാൻ K. ദിനേശ് രാജ, വിജയൻ നമ്പിക്കടവ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ജില്ലാ സമ്മേളനം ജൂൺ 16 ഞായറാഴ്ച തൃപ്രയാർ രാധാകൃഷ്ണൻ ഓഡിറ്റോറിയത്തിൽ നടക്കും. ഗോകുല ജില്ലാ അധ്യക്ഷൻ സോമനാഥൻ അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ കലാപ്രതിഭ പൗർണമിലാൽ ഉദ്ഘാടനം നടത്തും. ഏങ്ങണ്ടിയൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ NSSന്റെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മുനിക്കക്കടവ് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ നിതിൻ ക്ലാസിന് നേതൃത്വം നൽകി. പ്രിൻസിപ്പൽ ബെസ്സി, സ്റ്റാഫ് സെക്രട്ടറി സൈമൺ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ ജീവൻ നഷ്ടമായവർക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റി സ്നേഹജ്വാല തെളിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ചന്ദ്രൻ, DCC ജനറൽ സെക്രട്ടറി NS അയ്യൂബ്, നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ ആൻഡോ തൊറയൻ, രാമൻ നമ്പൂതിരി, സെക്രട്ടറി CR രാജൻ, മുൻ മണ്ഡലം പ്രസിഡന്റ് KN വേണുഗോപാൽ, കോൺഗ്രസ് നേതാക്കളായ ബെന്നി തട്ടിൽ, EM ബഷീർ, ജോസഫ് തേക്കാനത്ത്, ഗ്രീന പ്രേമൻ, ലൂയിസ് താണിക്കൽ, ശിവജി കൈപ്പുള്ളി, രേണുക റിജു എന്നിവർ നേതൃത്വം നൽകി. അതിൻ്റെ അവരുടെ കുടുംബത്തിൻ്റെ ദുഃഖത്തോടും പങ്കുചേരുന്നതോടൊപ്പം അവർക്കുള്ള അനുശോചനം രേഖപ്പെടുത്തുന്നതാണ് ഇന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഈ പരിപാടി സംഘടിപ്പിച്ചത്. അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പം അനുശോചനം ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി ഇന്നിവിടെ മെഴുകുതിരി കൊളുത്തി ഈ പരിപാടി അനുശോചനം രേഖപ്പെടുത്തുകയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. 8ാമത് TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണം 2025. കേരള വിഷൻ വരിക്കാരുടെ മക്കളിൽ നിന്ന് SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 8ാമത് TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണം ജൂൺ 15-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മുതൽ തൃപ്രയാർ കിഴക്കേ നടയിലുള്ള കോർണിഷ് കൺവെൻഷൻ സെന്ററിൽ നടത്തും. വിദ്യാർത്ഥികൾക്ക് പുരസ്കാരവും ക്യാഷ് അവാർഡും നൽകി ആദരിക്കുന്ന ചടങ്ങ് കേരള റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K. രാജൻ ഉദ്ഘാടനം നിർവഹിക്കും. COA സംസ്ഥാന സെക്രട്ടറി സുരേഷ് PB അധ്യക്ഷനാകും. സൗജന്യ ബ്രോഡ്ബാൻഡ് പദ്ധതിയുടെ ഉദ്ഘാടനം നാട്ടിക MLA CC മുകുന്ദൻ നിർവഹിക്കും. വിജ്ഞാന കേരളം സ്ട്രാറ്റജിക് അഡ്വൈസർ ഡോക്ടർ P. സരിൻ മുഖ്യപ്രഭാഷണം നടത്തും. മനോരമ ന്യൂസ് ചീഫ് പ്രൊഡ്യൂസർ ഷാനി പ്രഭാകർ മുഖ്യാതിഥിയായിരിക്കും. സിനിമാ ഗാനരചയിതാവ് ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. സ്വന്തം വൃക്ക ദാനം ചെയ്ത് മാതൃകയായ ഷൈജു സായ് റാമിനെ COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ ആദരിക്കുന്നു. ജനപ്രതിനിധികളും കേബിൾ TV വ്യവസായത്തിലെ പ്രമുഖരും പങ്കെടുക്കുന്ന ചടങ്ങിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു.
Manapuram Geeta Ravi Public School. The joy of learning. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരവും ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. പിതാവിന്റെ പാതയിൽ 60 തവണ രക്തദാനം നൽകി മകൻ മുഹമ്മദ് സാബിർ നാടിന് മാതൃകയാകുന്നു. ബ്ലഡ് ഗ്രൂപ്പിൽ റയർ ഗ്രൂപ്പ് എന്നറിയപ്പെടുന്നതും പൊതുവെ എളുപ്പത്തിൽ കിട്ടാത്തതുമായ ബി നെഗറ്റീവ് ഗ്രൂപ്പാണ് മുഹമ്മദ് സാബിറിന്റേത്. 18 വയസ്സ് മുതൽ ആരംഭിച്ച രക്തദാനം ഇന്ന് 40-ാം വയസ്സിൽ 60 തവണയാണ് രക്തം നൽകി മനുഷ്യരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്നത്. തൃശൂർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ജില്ലാ ഹോസ്പിറ്റൽ, തൃശൂർ IMA ബ്ലഡ് ബാങ്ക്, എറണാകുളം അസ്റ്റർ, കലൂർ PVS ഹോസ്പിറ്റൽ, ഏങ്ങണ്ടിയൂർ MI ആശുപത്രി, ഒലീവ് ക്ലിനിക്, വാടാനപ്പള്ളി കൂടാതെ വാടാനപ്പള്ളി മേഖലയിലെ വിവിധ ക്ലബ്ബുകൾ, വിവിധ സ്കൂളുകളിൽ NSS സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പുകളിലും രക്തദാനം നടത്തിയിട്ടുണ്ട്. എന്നാൽ ചില സർജറികൾക്ക് ഫ്രഷ് ബ്ലഡ് ആവശ്യമുള്ള സമയങ്ങളിൽ തന്റെ ജോലിക്കിടയിൽ രക്തം നൽകുന്നതിന് സമയം കണ്ടെത്തിയിരുന്നു. തൃത്തല്ലൂർ വെസ്റ്റ് SKSSF സഹചാരി സെന്റർ പ്രവർത്തകനായ മുഹമ്മദ് സാബിർ വാടാനപ്പള്ളിയിലെ ജീവകാരുണ്യ പൊതുപ്രവർത്തന രംഗങ്ങളിലും സജീവ സാന്നിധ്യമാണ്. സഹചാരി സെന്റർ ആംബുലൻസ് ഡ്രൈവർ കൂടിയായ മുഹമ്മദ് സാബിർ ആക്സ് ആംബുലൻസിന്റെ പ്രവർത്തനങ്ങളിലും സജീവമാണ്. കഴിഞ്ഞ കൊറോണ സമയത്ത് സാബിറിന്റെയും സുഹൃത്തായ ജാബിറിന്റെയും കൃത്യത്തിലുള്ള സഹചാരി സെന്റർ പ്രവർത്തകർ ജില്ലയിലെ വിവിധ മേഖലകളിലായി 136 കോവിഡ് മൃതദേഹങ്ങൾ സംസ്കരിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ സാബിറിന്റെ പിതാവ് പരേതനായ ഇബ്രാഹിംകുട്ടിയും നിരവധി തവണ രക്തദാനം നൽകിയിട്ടുണ്ട്. പിതാവ് രക്തദാനം നൽകുന്നത് കണ്ട് പിതാവിന്റെ നേതൃത്വത്തിൽ വാടാനപ്പള്ളി, തൃത്തല്ലൂർ, മുളുമ്പസാർ പ്രദേശങ്ങളിൽ രക്തം ആവശ്യമുള്ളവർ പിതാവിനെ സമീപിക്കുന്നതും പിതാവിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന രക്തം നൽകാൻ താൽപ്പര്യമുള്ളവരുടെ പേരുവിവരങ്ങൾ അടങ്ങിയ ഡയറിയിൽ നിന്ന് രക്തദാനത്തിന് തയ്യാറുള്ള ആളുകളെ കണ്ട് രക്തം നൽകാൻ കൊണ്ടുപോകുന്നതും ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ പിതാവിന്റെ പ്രവർത്തനങ്ങളും കണ്ടാണ് സാബിറും രക്തദാന മേഖലയിലേക്ക് വരുന്നത്.
KSKTU അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായിരുന്ന PK കുഞ്ഞച്ചന്റെ അനുസ്മരണം സംഘടിപ്പിച്ചു. മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ യോഗം KSKTU മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് KR ബാബുരാജ് അധ്യക്ഷനായി. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സിജി മോഹൻദാസ്, ജില്ലാ കമ്മിറ്റി അംഗം PK അരവിന്ദൻ, ഏരിയ ജോയിന്റ് സെക്രട്ടറി ജനാർദ്ദനൻ മണ്ണുമ്മൽ, CA മുരളി തുടങ്ങിയവർ സംസാരിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ 18-ാം വാർഡിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് കളഞ്ഞുകിട്ടിയ കൈച്ചെയിൻ ഉടമയ്ക്ക് തിരിച്ചു നൽകി മാതൃകയായി. ഹരിതകർമ്മ സേനാംഗങ്ങളായ സബിത, സുബിത, ജീജ എന്നിവർ വാർഡിലെ കളക്ഷനു വേണ്ടി പാതാട്ട് യതീന്ദ്രദാസിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് കൈച്ചെയിൻ കളഞ്ഞുകിട്ടിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൈച്ചെയിൻ നഷ്ടപ്പെട്ടുവെന്ന് വീട്ടുകാരിൽ നിന്ന് അറിയുകയും ഹരിതകർമ്മ സേനാംഗങ്ങൾ രതീന്ദ്രദാസിന്റെ കുടുംബത്തിന് 2.5 പവൻ വരുന്ന കൈച്ചെയിൻ കൈമാറുകയും ചെയ്തത്. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ റോസ്ഗാർ ദിവസ് ആഘോഷിച്ചു. വാർഡ് മെമ്പർ KR ദാസൻ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് CDS പുഷ്പകുട്ടൻ, വാർഡ് തൊഴിലുറപ്പ് ഉദ്യോഗസ്ഥരായ രമ്യ, ലജിത, വാർഡിലെ മറ്റ് മെമ്പർമാരായ ബീന തോപ്പിൽ, ഷീബ ശിവരാമൻ, ഷീബ തോപ്പിൽ, സുമിത്ര രവി എന്നിവർ സംസാരിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി കേക്ക് മുറിക്കുകയും ചടങ്ങിൽ 65 വയസ്സ് കഴിഞ്ഞ എല്ലാ അമ്മമാർക്കും സെറ്റുമുണ്ട് നൽകി ആദരിക്കലും നടത്തി. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. പിന്നെ പാട്ട്, കലപരമായിട്ടുള്ള പാട്ട് കൃഷ്ണന്മാർ പേര് പാടുന്നവരൊക്കെ ഉണ്ട്. എന്നൊരു പരിപാടിയാണ് ഇപ്പോൾ നമ്മളിവിടെ നടത്തുന്നത്. നമുക്ക് കഴിഞ്ഞ നടത്തിയിട്ടില്ല. അപ്പോൾ ഈ പ്രാവശ്യം അത് ഭംഗിയായിട്ട് നടത്താൻ പിന്നെ നമ്മൾ 60 വയസ്സ് കഴിഞ്ഞ എല്ലാ അമ്മമാരെയും ഒരു ആദരവും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാതൃകാ പ്രവർത്തനം നടത്തിയ എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡിലെ ഹരിതകർമ്മ സേനാംഗങ്ങളെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഇവരെ പൊന്നാട അണിയിച്ചാണ് ആദരിച്ചത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MS നിഖിൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ ഹേന രമേശ്, ഷിനി സതീഷ്, PH ബാബു, പഞ്ചായത്ത് സെക്രട്ടറി KV സനീഷ്, EVOമാരായ ഷിനി പ്രജിത, IRTC കോർഡിനേറ്റർ ജിഹാന തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ സത്യസന്ധത കാണിക്കേണ്ടത്. ഇത് പൈസയുടെ വലിപ്പമല്ല, അല്ലെങ്കിൽ സംഖ്യയുടെ അളവിലല്ല നമ്മൾ കാര്യങ്ങൾ കാണേണ്ടത്. അത് 10 രൂപയായാൽ പോലും അത്തരത്തിൽ കിട്ടുന്ന പൈസകളെ യഥാർത്ഥ അവകാശി കണ്ടെത്തി കൊടുക്കുന്നതിന് തയ്യാറായതിലുള്ള സന്തോഷം. മറ്റൊന്ന്, നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ ഈ മഴക്കാലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറെ പ്രയാസം അനുഭവിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതിൽ ഏറ്റവും കൂടുതൽ പ്രയാസം നേരിടുന്ന പല വിഭാഗങ്ങളിൽ ഒരു വിഭാഗം കൂടിയാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ. നമുക്ക് എല്ലാവർക്കും അറിയാം. വാടാനപ്പള്ളി മർച്ചന്റ്സ് അസോസിയേഷൻ സുവർണ ജൂബിലി ആഘോഷവും കുടുംബസംഗമവും ജൂൺ 15 ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 9 മുതൽ വാടാനപ്പള്ളി ധന്യ റിസോർട്ടിൽ നടക്കുന്ന സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ KV അബ്ദുൽ ഹമീദ് നിർവഹിക്കും. യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൽ ജബ്ബാർ അറയ്ക്കൽ അധ്യക്ഷത വഹിക്കും. തുടർന്ന് ഉച്ചയ്ക്ക് നടക്കുന്ന കുടുംബസംഗമം കേരള റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യും. അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുൽ ജബ്ബാർ അറയ്ക്കൽ അധ്യക്ഷനാകും. ചടങ്ങിൽ അസോസിയേഷൻ അംഗങ്ങളിൽ 40 വർഷം തുടർച്ചയായി വ്യാപാരം ചെയ്യുന്നവരെയും 75 വയസ്സിലും വ്യാപാരം നടത്തുന്നവരെയും മുൻകാല ഭാരവാഹികളെയും ആദരിക്കും. വ്യാപാരികളുടെ മക്കളിൽ ഉയർന്ന വിജയം നേടിയവരെ ചടങ്ങിൽ ആദരിക്കും. 50 നിർധനരായ കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് കിറ്റ് വിതരണം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ സംസ്ഥാന കൌൺസിൽ അംഗവും ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവുമായ AA അബ്ദുൽ ജബ്ബാർ, മണലൂർ നിയോജകമണ്ഡലം വൈസ് ചെയർമാനും ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും ജനറൽ സെക്രട്ടറിയുമായ VR അരുണൻ, ട്രഷറർ PA മൊയ്തീൻ, അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് KG കൃഷ്ണമൂർത്തി എന്നിവർ പങ്കെടുത്തു. 9ാം വാർഷികം ഗോൾഡൻ ജൂബിലി ദിനമായി ആചരിക്കുകയാണ്. വാടാനപ്പള്ളി ധന്യ റിസോർട്ട്സിൽ കാലത്ത് 9 മണിക്ക് പതാക ഉയർത്തിക്കൊണ്ട് യോഗം ആരംഭിക്കും.
പിന്നീട് 2 മണിക്ക് വടകരപ്പള്ളി മർച്ചൻ്റ് സൊസൈറ്റിയുടെ വെൽഫെയർ സൊസൈറ്റിയുടെ യോഗം ആരംഭിക്കും. വെൽഫെയർ സൊസൈറ്റിയെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ തന്നെ അതിലൂടെ അവതരിപ്പിക്കുകയും അതിനുശേഷം 4 മണിക്ക് വ്യാപാരികളുടെ കുടുംബ സംഗമം, കുടുംബാദികളെ എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന പരിപാടിയാണ്. ബഹുമാനായ കേരള റവന്യൂ വകുപ്പ് മന്ത്രി കെ എ രാജൻ സാർ അവர்களാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഇനി കാണാം വിദ്യാലയങ്ങളിലൂടെ 8ാമത് TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാര നിറവിൽ വിദ്യാലയങ്ങൾ. തൃശൂർ ജില്ലയിലെ തൃശൂർ വിദ്യാഭ്യാസ ജില്ലയിൽ ചേർപ്പ് ഉപജില്ലയിലെ കിഴുപ്പുള്ളിക്കര സ്ഥലത്തുള്ള ഒരു സർക്കാർ വിദ്യാലയമാണ്. 1958-59 അധ്യയന വർഷത്തിൽ ജോസഫ് മുണ്ടശ്ശേരി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്താണ് കിഴുപ്പുള്ളിക്കരയിൽ സ്കൂൾ അനുവദിച്ചത്. 1957 പുത്തൻപുരയ്ക്കൽ രാമൻ എന്ന വ്യക്തിയുടെ വീട്ടിലാണ് ക്ലാസ് ആദ്യം ആരംഭിച്ചത്. 1958 ഒരൊറ്റ സ്റ്റാൻഡേർഡ് മാത്രമുള്ള UP സ്കൂളായി അപ്ഗ്രേഡ് ചെയ്തു. 3 ഏക്കർ ഭൂമിയിലാണ് വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത്. ഹൈസ്കൂളിന് 7 കെട്ടിടങ്ങളിലായി 13 ക്ലാസ് മുറികളും ഹയർ സെക്കൻഡറിക്ക് ഒരു കെട്ടിടത്തിലായി 6 ക്ലാസ് മുറികളുമുണ്ട്. ഹൈസ്കൂൾ വിഭാഗത്തിന് ഓഫീസ് റൂം, സ്റ്റാഫ് റൂം എന്നിവ പ്രത്യേകമായുണ്ട്. വ്യത്യസ്ത ഇടങ്ങളിലായി 2 കളിസ്ഥലങ്ങളും വിദ്യാലയത്തിനുണ്ട്. ഹൈസ്കൂളിനും ഹയർ സെക്കൻഡറിക്കും വെവ്വേറെ സയൻസ് ലാബുകളും ഹൈസ്കൂളിന് കമ്പ്യൂട്ടർ ലാബുമുണ്ട്. കമ്പ്യൂട്ടർ ലാബിൽ 15 കമ്പ്യൂട്ടറുകളുണ്ട്. 12 ക്ലാസ് മുറികളിൽ കമ്പ്യൂട്ടറുകളും LCD പ്രൊജക്ടറും ഇന്റർനെറ്റും അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. ലാബുകളിലും ഓഫീസിലും ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാണ്. 8 മുതൽ 12 വരെയുള്ള എല്ലാ ക്ലാസ് മുറികളും ഹൈടെക് ക്ലാസ് മുറികളാണ്. എൻ്റെ പേര് സീനത്ത്. ഞാൻ GNHSS കിഴുപ്പള്ളിക്കര സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ആണ്. ഞാൻ ഈ സ്കൂളിലേക്ക് വന്നിട്ട് 1 വർഷമേ ആയിട്ടുള്ളൂവെങ്കിലും ഈ സ്കൂള് വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കുന്ന ഒരു സ്കൂളാണ്. ഈ വർഷം SSLCക്ക് 100% വിജയവും ഒട്ടനവധി A+കളും കരസ്ഥമാക്കിയിട്ടുണ്ട്. 22 വർഷമായിട്ട് തുടർച്ചയായി SSLCക്ക് 100% വിജയം കൈവരിച്ചു കൊണ്ടിരിക്കുന്ന സ്കൂളാണ്. ഈ സ്കൂളിൻ്റെ വിജയം എന്ന് പറയുന്നത് നമ്മളുടെ ഇവിടുത്തെ അധ്യാപകരുടെ ഒരു കൂട്ടായ പ്രവർത്തനം ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മൾക്ക് ഇത്രയും അധികം റിസൾട്ട് ഇവിടെ ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ PTA-കാരുടെയും PTA, SMC ഇവരുടെ എല്ലാം പൂർണ്ണ സഹകരണം നമ്മുടെ സ്കൂളിന് ലഭിക്കുന്നുണ്ട്. ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം ഞങ്ങളുടെ മിടുക്കന്മാരായ കുട്ടികൾക്ക് ലഭിക്കുന്നതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷവാന്മാരാണ്. സീനിയർ അസിസ്റ്റന്റ് ആണ്. ഗവൺമെന്റ് നളന്ദ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അധ്യാപികയാണ്. ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ 22 വർഷമായിട്ട് നമ്മുടെ സ്കൂളിന് 100% പാസ് കിട്ടിയിട്ടുണ്ട്. 50 കുട്ടികളാണ് കഴിഞ്ഞ പ്രാവശ്യം SSLC എഴുതിയിട്ടുള്ളത്. അതിൽ 8 കുട്ടികൾക്ക് ഫുൾ A+ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുകൂടാണ്ട് നമുക്ക് USSഉം NMMSഉം അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. USS 10 കുട്ടികൾക്കാണ് USS സ്കോളർഷിപ്പ് കിട്ടിയിട്ടുള്ളത്. NMMS 2 കുട്ടികൾക്കും കിട്ടിയിട്ടുണ്ട്. ഇത് കുട്ടികളുടെയും ടീച്ചേഴ്സിൻ്റെയും പാരൻസിൻ്റെയും സഹകരണത്തോടെയാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. ഇതിന് പ്രോത്സാഹനമായിട്ട് ഗ്രാമ്യ പുരസ്കാരം, വിദ്യാഭ്യാസ പുരസ്കാരം വക ലഭിക്കുന്ന ക്യാഷ് അവാർഡും മൊമെൻറ്റോവും എനിക്ക് ഏറ്റവും സന്തോഷമുണ്ട്. കുട്ടികൾക്ക് അത് നല്ലൊരു പ്രചോദനം കൂടിയാണ്. ഇത് അടുത്ത കൊല്ലം എല്ലാം കൊല്ലം കണ്ടിന്യൂ ചെയ്യാൻ പറ്റണമെന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. എല്ലാവിധ സഹായത്തിനും നന്ദി പറയാണ്. താങ്ക് യു. എൻ്റെ പേര് ചന്ദ്രബാബു, നളന്ദ സ്കൂളിലെ PTA വൈസ് പ്രസിഡൻ്റാണ്. ആദ്യമായിട്ട് ഗ്രാമിക്ക് തന്നെ ഒരു അഭിനന്ദനങ്ങൾ അറിയിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ 22 കൊല്ലമായിട്ട് ഈ സ്കൂളിന് ഫുൾ പാസ് കിട്ടുന്ന സ്കൂളാണ്. ഇവിടെ കുട്ടികൾ വളരെയധികം ആത്മാർത്ഥമായിട്ടുള്ള പ്രയത്നം കൊണ്ട് മാത്രമാണ് ഈ സ്കൂളിൽ ഇങ്ങനെ വിജയം 22 കൊല്ലമായിട്ട് ചെയ്യാൻ പറ്റിയത്. പിന്നെ ഇവിടുന്ന് ടീച്ചേഴ്സും അതുപോലെ തന്നെ PTA-കാരും വളരെയധികം പ്രയത്നം, അവർക്ക് സ്പെഷ്യലായിട്ട് ക്ലാസ് 4:30, 4:45, 5 മണി വരെയൊക്കെ ക്ലാസ് എടുക്കുന്ന ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെ അവർക്ക് ചായയും മറ്റുള്ള പലഹാരങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് അവർ വിശപ്പില്ലാത്ത രൂപത്തിൽ ഇരുത്തിയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തിരുന്നത്. അത് ആത്മാർത്ഥമായ പ്രവർത്തനം കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഫുള്ള് പാസ് കിട്ടാൻ സാധിച്ചത്. പിന്നെ ഈ സ്കൂളിലെ കുട്ടികളെ അഭിനന്ദിക്കുന്നതിനും വേണ്ടി നമ്മുടെ ഗ്രാമ്യക്കാർ
കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു. ഇക്കൊല്ലം അവർ വന്ന് ഇതിനൊരു പ്രോത്സാഹനം കൂട്ടി തരികയാണ്. അപ്പോൾ സ്കൂളിനും അതിൻ്റെതായ അഭിമാനമുണ്ട്. ഈ ഗ്രാമിക്ക് വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ പേര് കവിത, നളന്ദ സ്കൂളിലത്തെ സ്റ്റാഫ് സെക്രട്ടറിയാണ്. നമ്മുടെ നളന്ദ സ്കൂൾ എന്ന് പറയുമ്പോൾ 22 വർഷമായിട്ട് തുടർച്ചയായിട്ട് ഫുൾ A+, 100% വിജയം നേടിക്കൊണ്ടിരിക്കുന്ന സ്കൂളാണ്. നമുക്കറിയാം നമ്മുടെ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള ഈ സ്കൂളിൽ വലിയ വലിയ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടുള്ള വീടുകളിൽ നിന്ന് മാത്രമല്ല, സാധാരണ വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. അപ്പോൾ ആ കുട്ടികളെ ടീച്ചർമാരുടെയും കുട്ടികളുടെയും ഒന്നിച്ചുള്ള ഒരു കഠിനാധ്വാനത്തിൻ്റെ ഒരു ഫലമായിട്ടാണ് ഈ 100% വിജയം നമുക്ക് തുടർച്ചയായിട്ട് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്നത്. അതുപോലെ തന്നെ 50 കുട്ടികൾ നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ SLC എക്സാം എഴുതിയതിൽ 8 കുട്ടികൾക്ക് ഫുൾ A+ നേടുകയും 2 കുട്ടികൾക്ക് 8A+ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടികൾക്ക് ഒരു ഗ്രാമ്യ വിദ്യാഭ്യാസ അവാർഡ് നൽകുന്നതിൽ ഈ ചാനലിനോടുള്ള അകമഴിഞ്ഞ നന്ദി സ്കൂളിൻ്റെ പേരിലും അതുപോലെ തന്നെ എല്ലാ അധ്യാപകരുടെ പേരിലും ഞാൻ രേഖപ്പെടുത്താണ്. അതേപോലെ തന്നെ ഈ PTA ഭാഗത്തു നിന്നും കുട്ടികളുടെ രക്ഷിതാക്കളുടെയും കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ എഫേർട്ടിനും ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. എൻ്റെ പേര് ആർദ്ര KJ എന്നാണ്. ഈ സ്കൂളിൽ നിന്ന് ഫുൾ A+ വിജയം കരസ്ഥമാക്കിയ കുട്ടിയാണ് ഞാൻ. ഈ ഒരു വിജയത്തിന് എന്നെ കൂടുതൽ സഹായിച്ചത് ഇവിടുത്തെ ടീച്ചേഴ്സും ഇവിടുത്തെ സ്റ്റാഫ്, PTA+ തുടങ്ങിയ എല്ലാവരും ഉണ്ട്. ഈ ഒരു സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ട് ചെയ്യും. ഏത് സമയത്ത് നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചോദിക്കാം, നല്ല ക്ലിയർ ചെയ്ത് തരും നമുക്ക്. അപ്പോൾ അവരുടെ ഒരു സഹായത്തിൻ്റെ ഒക്കെ ഒരു ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് കരസ്ഥമാക്കാനായിട്ട് സാധിച്ചത്. ഞങ്ങളുടെ ഒരു സ്കൂളിന് ഇങ്ങനെ ഒരു അവാർഡ് ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം നൽകുന്നതിൽ ഈ ചാനലുകാരോട് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ പേര് കമൽനാഥ്. ഞാൻ നളന്ദ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ച് ഫുൾ A+ വാങ്ങിച്ച കുട്ടിയാണ്. ഇവിടെ വളരെ നല്ല അധ്യാപകരും ടീച്ചർമാരൊക്കെ ആയിരുന്നു. PTA-യുടെയും വലിയ സപ്പോർട്ട് ഉണ്ടായിരുന്നു. നന്നായി പഠിക്കാൻ പറ്റി. ഞാൻ 4ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പം 5 തൊട്ട് 10 വരെ ഇവിടെ ഉണ്ടായി. ടീച്ചേഴ്സൊക്കെ പണ്ട് മുതലേ ഭയങ്കര സപ്പോർട്ടാണ്. എല്ലാ ടീച്ചേഴ്സും നല്ല സ്നേഹമുള്ള ടീച്ചേഴ്സൊക്കെ ആയിരുന്നു. പിന്നെ 10th ഫുൾ A+ വാങ്ങാൻ ടീച്ചേഴ്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം. നല്ല ടീച്ചേഴ്സാണ്. പിന്നെ പഠിപ്പിക്കണതും നല്ല മനസ്സിലാവണമൊക്കെ ഉണ്ടായി. അപ്പോൾ സന്തോഷം. ഞാൻ വിൻസെൻ്റ് ചെറുവത്തൂർ, സെൻറ്റ് ആൻ്റണീസ് കൊറോന പള്ളി പഴുവിൽ വികാരിയാണ്. ഒപ്പം സെൻറ്റ് ആൻ്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മാനേജറും കൂടിയാണ്. സെൻറ്റ് ആൻ്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ മികച്ച നിലവാരം നിലനിർത്താനായിട്ട് ഈ വർഷം സാധിച്ചിട്ടുണ്ട്. അതിന് എല്ലാവരോടും സ്നേഹപൂർവ്വം നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ഒത്തിരിയേറെ വിജയശതമാനം ഉയർത്താനും കൂടുതൽ മികവ് തെളിയിക്കാനും ഈ വർഷം സാധിച്ചു എന്നത് കൃതജ്ഞതയോടെ ഓർക്കുന്നു. വിദ്യാഭ്യാസം എന്നത് ഒരു ഡിഗ്രിയോ സർട്ടിഫിക്കറ്റോ മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കാനുള്ള വസ്തുത മാത്രമല്ല, മറിച്ച് അത് മറ്റുള്ളവരുമായിട്ടുള്ള യഥാർത്ഥ ജീവിതത്തിലെ അവരോടുള്ള മനോഭാവം, അവരോടുള്ള സംസാരം, അവരോടുള്ള പെരുമാറ്റ രീതി, പ്രവർത്തനങ്ങൾ, ഇവയ്ക്കെല്ലാം പകരം വയ്ക്കുന്ന ഒരു പേരുകൂടെയാണ് വിദ്യാഭ്യാസം എന്നത്. അത്തരത്തിൽ സമഗ്രമായ വളർച്ചയ്ക്ക് വേണ്ടി ഇവിടുത്തെ അധ്യാപകരും അനധ്യാപകരും കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. കുട്ടികളുടെ സമഗ്രമായ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഭൗതിക സൗകര്യങ്ങളും
ഈ സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിൽ വളരെ സന്തോഷപ്രദമായ ഒരു അന്തരീക്ഷം, ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷം ഈ സ്കൂളിനുണ്ട് എന്നത് പറയുകയാണ്. ഈ വിജയശതമാനത്തിൻ്റെ പിറകിൽ പ്രവർത്തിച്ച എല്ലാ അധ്യാപകരെയും അഭിനന്ദിക്കുന്നതോടൊപ്പം മികവ് തെളിയിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും ഏറെ സ്നേഹത്തോടെ അഭിനന്ദനങ്ങൾ നേരുന്നു. ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം ഇവിടെ മികവ് തെളിയിച്ച കുട്ടികൾക്ക് നൽകുന്നതിൽ ഞങ്ങൾക്കേറെ കൃതജ്ഞതയുണ്ട്. ഡോക്ടർ ജോർജ് കെ എ, പഴുവിൽ സെൻറ് ആൻ്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ്. ഈ വർഷം 2025 മാർച്ചിലെ വിജയശതമാനം ഈ വിദ്യാലയം ഏറ്റവും കൂടുതൽ വിജയം നേടിയ ഒരു വർഷം കൂടിയാണെന്ന് അഭിമാനത്തോടെ അറിയിക്കുകയാണ്. പാഠ്യേതര രംഗങ്ങളിൽ മികവ് പുലർത്തുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളും ഈ വിദ്യാലയത്തിൻ്റെ ഭാഗമാണ്. കുട്ടികളുടെ സർഗവാസനകളെ വളർത്താനും അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ മുൻനിര ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പരിചയപ്പെടുത്താനുമൊക്കെ ഒരുപാട് ഔട്ട്റീച്ച് പ്രോഗ്രാമുകൾ ഈ വിദ്യാലയത്തിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ ചെയ്യുന്നുണ്ട്. 41ഓളം കുട്ടികൾക്കാണ് ഡിസ്റ്റിങ്ഷൻ നേടാനായിട്ട് സാധിച്ചത്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. നല്ല അധ്യാപന പരിചയമുള്ള ഒരു ടീം ഓഫ് അധ്യാപകരാണ് ഞങ്ങളുടെ വിദ്യാലയത്തിൻ്റെ മുതൽക്കൂട്ട്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന PTA ഭാരവാഹികളും എല്ലാ കാര്യങ്ങളിലും ഞങ്ങളോട് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഈ വിദ്യാലയത്തിൽ ബയോളജി, സയൻസ്, അതുപോലെ തന്നെ കൊമേഴ്സ് വിത്ത് മാത്തമാറ്റിക്സ് കോമ്പിനേഷനാണ് ഉള്ളത്. ബയോളജി സയൻസിലേക്കും അതുപോലെ കൊമേഴ്സ് വിത്ത് മാത്തമാറ്റിക്സ് കോമ്പിനേഷനിലേക്കും ഒരുപാട് ജോലി സാധ്യതകളും തൊഴിൽ സാധ്യതകളും നിലനിൽക്കുന്നതിനാൽ ഒരുപാട് കുട്ടികളാണ് അഡ്മിഷനായിട്ട് എത്തിച്ചേരുന്നത്. വിദ്യാലയം നാൾക്കുനാൾ അഭിവൃദ്ധിയിലേക്ക് എത്തിച്ചേരുന്നെന്ന് കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഈ ഗ്രാമീണ മേഖലയിൽ അക്ഷര വെളിച്ചം നൽകി നമ്മുടെ വിദ്യാലയം ഒരു ദശാബ്ദം പിന്നിടുന്ന ഈ അവസരത്തിൽ കേരള വിഷൻ വരിക്കാരുടെ മക്കൾക്കായി ഗ്രാമ്യ ചാനലിൻ്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ, പ്രത്യേകിച്ച് ക്യാഷ് അവാർഡും അതുപോലെ തന്നെ മെമൻറ്റോയും ഒക്കെ നൽകുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. തുടർന്നും ഇത്തരം പ്രവർത്തനങ്ങളിൽ ഇവർക്ക് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. എൻ്റെ പേര് റീമ, പഴുവിൽ സ്കൂളിലെ അച്ഛമ്മാണ്. എല്ലാ വർഷത്തെയും പോലെ തന്നെ ഈ വർഷവും മികച്ച വിജയം നേടുവാൻ സെൻറ് ആൻ്റണീസ് ഹൈസ്കൂളിന് സാധിച്ചിട്ടുണ്ട്. കലാപരമായും കായികപരമായും എല്ലാ തരത്തിലും വിദ്യാർത്ഥികൾ മുന്നിട്ട് നിൽക്കുന്ന വിദ്യാലയം കൂടിയാണിത്. അധ്യാപകരുടെയും അനധ്യാപകരുടെയും എല്ലാവരുടെയും സഹകരണത്തോടു കൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ ഈ സ്കൂളിന് സാധിക്കുന്നുണ്ട്. ഞാൻ റാഫി കൊമ്പൻ, സെൻറ് ആൻ്റണീസ് ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിഭാഗങ്ങളുടെ PTA പ്രസിഡന്റ്. ഈ കഴിഞ്ഞ 2 അധ്യയന വർഷങ്ങളിലായി ഈ സ്കൂളിൻ്റെ സമഗ്രമായ പുരോഗതിക്ക് ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ കൂടെയും മാനേജ്മെൻറ്റിൻ്റെ കൂടെയും അകമഴിഞ്ഞ് ഞാൻ പ്രവർത്തിക്കുന്നു. എൻ്റെ ഒപ്പം നിൽക്കുന്നത് ഈ സ്കൂളിൻ്റെ PTA വൈസ് പ്രസിഡന്റ് ശ്രീ രാജേഷ് KK അവറുകളാണ്. ഞങ്ങളുടെ സ്കൂളിന് ഈ കഴിഞ്ഞ അധ്യയന വർഷത്തിൽ കഴിഞ്ഞ അധ്യയന വർഷത്തിൽ മികച്ച വിജയം തന്നെ ഈ സ്കൂളിന് കരസ്ഥമാക്കാൻ കഴിഞ്ഞു. ഈ സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യങ്ങളും അതോടൊപ്പം മറ്റ് ഇവിടുത്തെ അധ്യാപകരുടെ സേവന സന്നദ്ധതയും ഒപ്പം കോർത്തിണക്കിക്കൊണ്ട് കുട്ടികൾക്കും അതിൻ്റെ കൂടെ മുന്നേറാൻ സാധിച്ചു. അതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. ഈ സ്കൂളിൻ്റെ തന്നെ പ്ലാറ്റിനം ജൂബിലി ഏകദേശം ഒരു വർഷം മുമ്പ് ഇവിടെ നടക്കുകയുണ്ടായി. 75 വർഷം എത്തിയ പ്ലാറ്റിനം ജൂബിലി ഇവിടെ നടക്കുകയുണ്ടായി. ഈ ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഞാനും എൻ്റെ സുഹൃത്തായ PTA വൈസ് പ്രസിഡന്റ് ശ്രീ രാജേഷ് KK അവറുകളും PTAയുടെ പേരിൽ വളരെയധികം നന്ദി അറിയിക്കുന്നു. ഈ ഗ്രാമീയ പുരസ്കാര അവാർഡ് ഞങ്ങളുടെ സ്കൂളിലെ വളരെയധികം കുട്ടികൾക്ക് നേടാൻ സാധിച്ചതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. ഗ്രാമ്യ പുരസ്കാരം ലഭിച്ചതിന് ഞങ്ങൾ ഏറ്റവും സ്നേഹം നിറഞ്ഞ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് മീരാകൃഷ്ണ. ഞാൻ സെൻറ് ആൻ്റണീസ് HSസിലെ +2 വിദ്യാർത്ഥിയായിരുന്നു. കൊമേഴ്സ് ആയിരുന്നു എടുത്തത്. ഇപ്പം എനിക്ക് ഫുൾ A+ കിട്ടി. അപ്പോൾ ഈ സ്കൂളിനോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ടീച്ചേഴ്സിനോടും എൻ്റെ പാരൻസിനോടും എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. കാരണം എല്ലാവരുടെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഫുൾ A+ കിട്ടിയത്. പിന്നെ എന്താ പറയുക, ഇത് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ക്യാമ്പസാണ്. ടീച്ചേഴ്സ് ആയാലും നല്ല സപ്പോർട്ടീവാണ്. എല്ലാ കാര്യത്തിലായാലും എന്ത് കാര്യത്തിൽ വേണമെങ്കിൽ നമുക്ക് അവരെ ഏത് നേരത്തെ വേണമെങ്കിൽ വിളിക്കാം, ഇൻട്രാക്ട് ചെയ്യാം. അതിനൊന്നും ഒരു പ്രശ്നമില്ല. എല്ലാവരും നല്ല സപ്പോർട്ടീവാണ്. പിന്നെ ക്ലാസ് എടുക്കുന്നതായാലും നമുക്കങ്ങനെ ബോറടിക്കുക അങ്ങനെയൊന്നുമില്ല. എല്ലാവരും നന്നായിട്ട് എടുക്കും. എനിക്ക് ഗ്രാമീയ വിദ്യാഭ്യാസ അവാർഡിനോട് ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഈ +2 ഫുൾ A+ കിട്ടിയവരെയൊക്കെ ആദരിക്കണോണ്ട്
അതിൽ എനിക്കൊരു ഭാഗമാവാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്, അവരോട് നന്ദിയുണ്ട്. എൻ്റെ പേര് ആൻലിസ് ജോബി. ഞാനിവിടെ സെൻറ് ആൻ്റണീസ് HSS പഴുവിൽ പഠിച്ച വിദ്യാർത്ഥിയാണ്. ഇവിടെ പഠിച്ചപ്പോൾ എനിക്ക് സ്കൂൾ ടോപ്പർ ആവാൻ സാധിച്ചു. അതിനായിട്ട് ഇവിടുത്തെ ടീച്ചർമാരും മറ്റ് പ്രിൻസിപ്പളും എല്ലാവരും വളരെയധികം സപ്പോർട്ട് ചെയ്തു. സ്കൂളിൽ ഞങ്ങൾ 3 വർഷം മുടങ്ങാതെ മാത്സ് ശാസ്ത്രമേളയ്ക്ക് 1ാം സ്ഥാനം നേടി തിരിച്ചെത്തി. ഇങ്ങനെ ഒരു ഉന്നത വിജയം നേടാൻ സാധിച്ചതിന് സ്കൂളിനോട് ഞാൻ വളരെയധികം നന്ദി പറയുന്നു. എൻ്റെ പേര് അനീന ചെറിയത്ത്. ഞാൻ +2 സയൻസിലാണ് പഠിച്ചിരുന്നത്. എനിക്ക് ഫുൾ A+ കരസ്ഥമാക്കാൻ സാധിച്ചു. ടീച്ചേഴ്സിൻ്റെയും പ്രിൻസിപ്പാളിൻ്റെയും എല്ലാവരും സപ്പോർട്ട് കൊണ്ടാണ് ഇത് സാധിച്ചത്. സ്പോർട്സിനായാലും ആർട്സിനായാലും എല്ലാത്തിനും വളരെയധികം സപ്പോർട്ട് തരുന്ന ടീച്ചേഴ്സും പ്രിൻസിപ്പാളാണ് ഞങ്ങൾക്കുള്ളത്. എനിക്ക് ഉന്നത വിജയം നേടാൻ സാധിച്ച എന്നെ സഹായിച്ച എല്ലാവർക്കും, പാരൻസിനും ടീച്ചേഴ്സിനും PTAക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. ഹായ്, ഞാൻ അക്ഷര ഷാജു. ഈ പഴുവിൽ സെയിൻറ് ആൻ്റണീസ് ഹൈസ്കൂൾ എന്നീ വിദ്യാലയത്തിൽ നിന്ന് ഫുൾ A+ വാങ്ങിയ 16 പേരിൽ ഒരാളാണ് ഞാനും. ഇങ്ങനെയൊരു വിജയം നേടിയതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷത്തിലാണ്. ഞാൻ എന്ന് പറയുമ്പോൾ എൻ്റെ കുടുംബം, പിന്നെ ഇഷ്ടം പോലെ വിദ്യാർത്ഥികൾ അടങ്ങിയിട്ടുള്ള ഈ ഒരു 10ാം ക്ലാസ് ബാച്ചും, പിന്നെ ഞങ്ങളുടെ ടീച്ചേഴ്സും എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ്. കാരണം ഞങ്ങൾ എല്ലാവരും അത്രയധികം എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്. പേരൻസ് ആണെങ്കിലും പിന്നെ ഞങ്ങളുടെ ഇവിടെ പഠിപ്പിക്കുന്ന എല്ലാ ടീച്ചേഴ്സും, 5ാം ക്ലാസ് മുതൽ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള എല്ലാ ടീച്ചേഴ്സും ഒന്നിനൊന്ന് മെച്ചം എന്ന രീതിയിൽ ഞങ്ങൾക്ക് പറയാൻ പറ്റും. ബിക്കോസ് ദേ ആർ വണ്ടർഫുൾ ആൻഡ് we are so grateful and so gifted to be with them. So thank you. എൻ്റെ പേര് നന്ദകൃഷ്ണ കേവിയാണ്. ഞാൻ പഴയ സ്കൂൾ സെൻറ് ആൻ്റണീസ് സ്കൂളിൽ പഠിക്കുന്നത്. ഇപ്പോൾ ഇപ്രാവശ്യം എനിക്ക് ഫുൾ A+ കിട്ടി. സ്കൂളിൽ അഭിമാനം ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. ഇതിനെ പ്രോത്സാഹിച്ച് ഞങ്ങളുടെ ടീച്ചേഴ്സും എല്ലാവർക്കും നന്ദിയാണ് പറയുന്നത്. ഞാൻ അക്ഷയ. ഞാൻ പഴയ സ്കൂളിൽ 16 പേര് ഫുൾ A+ മേടിച്ചതിൽ ഒരാളാണ്. ഈ സ്കൂളിൽ ഫുൾ A+ മേടിച്ചതിൽ ടീച്ചേഴ്സ് ആയാലും ഇവിടുത്തെ PTA ആയാലും HM ആയാലും എല്ലാവരും വളരെയധികം സപ്പോർട്ടീവായിരുന്നു. പഠിക്കാനൊരു അന്തരീക്ഷം ഈ സ്കൂളിലുണ്ടായിരുന്നു നല്ല രീതിയിൽ തന്നെ. ഈ സ്കൂളിൽ കുറേ വർഷങ്ങളായി 100% കിട്ടുന്ന ഒരു സ്കൂളാണിത്. ഇവിടെ ഫുൾ A+ കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. നന്ദി. എൻ്റെ പേര് ആൻ്റണി. ഞാനിവിടെ പഴുവിൽ സെൻറ് ആൻ്റണീസ് HSS പഴുവിൽ ഇരുന്ന ഒരു കുട്ടിയാണ് ഞാൻ. എനിക്ക് കഴിഞ്ഞ കൊല്ലം 10ൽ ഫുൾ A+ കിട്ടി. ഇവിടെ പഠിക്കാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഇവിടുത്തെ കുറേ കാര്യങ്ങൾ പുറത്ത് ഇപ്പോൾ ഒരു പാടത്തിൻ്റെ അടുത്തൊക്കെയാണ് ഞങ്ങളുടെ സ്കൂള്. നല്ല രസമുണ്ട്, നല്ല കാറ്റൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. പിന്നെ ഇവിടുത്തെ ടീച്ചർമാരൊക്കെ നല്ല സപ്പോർട്ടീവാണ്. പിന്നെ എല്ലാവരും കൂടി ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ ഒരു വിജയം കിട്ടിയതിൽ നല്ല സന്തോഷമുണ്ട്. ഞങ്ങൾ സെൻറ് ആൻ്റണീസ് സ്കൂളിലെ ഈ വർഷത്തെ 10ാം ക്ലാസ്സിലെ ചാർജ് എന്ന ടീച്ചേഴ്സാണ്. പ്രവീണ ടീച്ചർ, KT ടീച്ചർ, മനിത ടീച്ചർ, മേരിപ്രിയ ടീച്ചറും ഉണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് കുട്ടികളുടെ ഹാർഡ് വർക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും ഈ A+, ഫുൾ A+ ഒക്കെ കിട്ടിയ കുട്ടികളെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും പറയാം, ഇതൊക്കെ വളരെ നിസ്സാരമായിട്ട് കിട്ടാവുന്നൊരു കാര്യമാണ്. നമ്മൾ പൊതുവെ ഒരു സംസാരം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കേൾക്കാറുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ ഈ കുട്ടികളുടെ കഠിനാധ്വാനം കുറച്ചൊന്നുമല്ല. മാത്രമല്ല, നമ്മൾ വിചാരിച്ച പല കുട്ടികൾക്കും, നല്ലപോലെ വർക്ക് ചെയ്ത കുട്ടികൾക്ക് പോലും പലപ്പോഴും ഫുൾ A+ലേക്ക് കണ്ട് ചില വിഷയങ്ങളൊന്നും എത്താൻ പറ്റാത്ത സാഹചര്യമൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം അതുകൊണ്ട് ഏറ്റവും ആദ്യം ക്രെഡിറ്റ് കൊടുക്കേണ്ടത് നമ്മുടെ കുട്ടികൾക്കാണ്. പിന്നെ ഇവിടുത്തെ എല്ലാ അധ്യാപകരും, ഞങ്ങൾ മാത്രമൊന്നുമല്ല, ഈ സ്കൂളിലെ മൊത്തം അധ്യാപകർ, പിന്നെ ഹെഡ് മിസ്ട്രസ് ഇവിടെ മാഷായിരുന്നു. ഇപ്പോൾ ഹെഡ് മിസ്ട്രസ് ഇവിടെ മാറി വന്നായിരുന്നു. അപ്പോൾ ജോളി മാഷായിരുന്നു ഇവിടുത്തെ ഹെഡ് മാസ്റ്റർ ആയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം നമ്മുടെ ഓഫീസിലെ സ്റ്റാഫ് അടക്കം നാട്ടുകാരും PTയും എല്ലാവരുടെയും കൂട്ടായ ഒരു പ്രവർത്തനമാണ് നമ്മുടെ സ്കൂളിൽ ഇത്രയും നല്ലൊരു മികച്ച വിജയം നേടാനായിട്ട് സാധിച്ചത്. താങ്ക് യു. തൃശൂർ ജില്ലയിലെ ചാഴൂർ പഞ്ചായത്തിലെ പ്രകൃതി രമണീയമായ ഒരു കൊച്ചു ഗ്രാമമാണ് ചിറക്കൽ. അവിടെയാണ് ചേർപ്പ് ഉപജില്ലയിലെ SBHS കുറുമ്പിലാവ് എന്ന ചരിത്ര പ്രാധാന്യമർഹിച്ച വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത്. നവോത്ഥാന നായകനായ ശ്രീനാരായണ ഗുരുദേവ ശിഷ്യനായ ബോധാനന്ദ സ്വാമിയുടെ പേരിലാണ് ഈ വിദ്യാലയം അറിയപ്പെടുന്നത്. 1941 സ്കൂൾ തുടങ്ങുമ്പോൾ കുറുമ്പിലാവ് ലോവർ സെക്കൻഡറി സ്കൂൾ എന്നായിരുന്നു പേര്. 33 കുട്ടികളുടെ വിദ്യാലയത്തിന്റെ സ്ഥാപകനും പ്രധാന അധ്യാപകനും KV മാധവൻ മാസ്റ്റർ ആയിരുന്നു. 1949 മെയ് 20 ഫോർത്ത് ഫോറം ആരംഭിച്ചതു മുതൽ സ്കൂൾ സ്വാമി ബോധാനന്ദ ഹൈസ്കൂൾ എന്ന നാമധേയം സ്വീകരിച്ചു. 2 ഏക്കർ ഭൂമിയിലാണ് വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത്. ഹൈസ്കൂളിന് 6 കെട്ടിടങ്ങളിലായി 22 ക്ലാസ് മുറികളുണ്ട്. അതിവിശാലമായ ഒരു കളിസ്ഥലം വിദ്യാലയത്തിനുണ്ട്. സ്കൂളിന് ഒരു കമ്പ്യൂട്ടർ ലാബും ഒരു സയൻസ് ലാബുമുണ്ട്.
കമ്പ്യൂട്ടർ ലാബിൽ 12ഓളം കമ്പ്യൂട്ടറുകളുണ്ട്. കമ്പ്യൂട്ടർ ലാബിൽ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാണ്. നമസ്കാരം, എൻ്റെ പേര് പ്രീത. ഇവിടുത്തെ SBH സ്വാമി ഭവാനന്ദ സ്കൂളിലെ HM ഇൻചാർജാണ്. കഴിഞ്ഞ 8 വർഷമായി ഞങ്ങൾ 100% വിജയം കൈവരിക്കുന്നുണ്ട്. നമുക്ക് ഈ വർഷം 5 കുട്ടികൾക്ക് ഫുൾ A+ ലഭിച്ചിട്ടുണ്ട്. മികച്ച പഠനം കൊടുക്കാനും അവരെ അതുപോലെ വാർത്തെടുക്കാനും ഞങ്ങൾക്ക് അധ്യാപകർക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ സഹകരണം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. എല്ലാത്തിനും ഈശ്വരനോട് നന്ദി പറയുന്നു. എൻ്റെ പേര് ഹൻസ. ഞാൻ 10ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറായിരുന്നു. 8ാമത്തെ വർഷവും സ്വാമി ഭവാനന്ദ ഹൈസ്കൂള് പൊൻതിളക്കത്തിലേക്ക് തന്നെയാണ് വന്നത്. ഇപ്രാവശ്യം നമുക്ക് 100%, അതുപോലെ തന്നെ 5 കുട്ടികൾക്ക് ഫുൾ A+ നേടിയിട്ടുണ്ട്. സാധാരണ ഒരു കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാണ് നമുക്കിവിടെ പഠിച്ചു പോരുന്നത്. എന്തായാലും ആ കുട്ടികൾ ഞങ്ങളോടൊപ്പം തന്നെ ഞങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ അവർ ഏറ്റെടുക്കാനും അത് പഠിക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ വളരെ സന്തോഷം. അതുപോലെ തന്നെ രക്ഷിതാക്കളോടും പ്രത്യേകം നന്ദി പറയുന്നു. നമ്മളോട് നമ്മുടെ എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുന്ന ശക്തമായ ഒരു PTA-യും അതുപോലെ മദർ PTA, SMC തുടങ്ങിയ എല്ലാവരോടും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൂടുതൽ പ്രോത്സാഹനത്തിലേക്ക് എത്തിപ്പിക്കുന്ന കേരള വിഷൻ ചാനലിനോടും ഞങ്ങൾ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ സുനിൽ, സ്വാമി വിവേകാനന്ദ ഹൈസ്കൂളിലെ PTA പ്രസിഡന്റാണ്. 8 വർഷമായി സ്ഥിരമായി നമ്മുടെ സ്കൂളിന് ഫുൾ 100% വിജയം കിട്ടുന്നുണ്ട്. അതുപോലെ ഈ വർഷവും 5 ഫുൾ A+ കിട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ ടീച്ചർമാരുടെയും കുട്ടികളുടെയും ഒത്തൊരുമയായ പ്രവർത്തനം കൊണ്ട് തന്നെയാണ്. അതുപോലെ ഓരോ PTA അംഗങ്ങളുടെയും കൂട്ടായ ഒരു പ്രവർത്തനം കൊണ്ടാണ് നമുക്ക് സ്ഥിരമായി ഈ സ്കൂളിന് സ്ഥിരം 100% കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിനെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഈ വേളയിൽ ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ദേവനന്ദൻ. ഞാൻ SBHS ചിറക്കൽ കുറുമ്പിലാവ് സ്കൂളിലാണ് പഠിക്കുന്നത്. ഇവിടുത്തെ ടീച്ചേഴ്സ്മാരുടെ എല്ലാവരുടെയും അധ്വാനം കൊണ്ടാണ് ഫുൾ A+ നേടാൻ സാധിച്ചത്. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. നന്ദി. എൻ്റെ പേര് അഞ്ജല ഫാത്തിമ. അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് ഫുൾ A+ കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇവിടെ ടീച്ചേഴ്സും അതുപോലെ വീട്ടിലെ പാരൻസും ഒക്കെ നന്നായി സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. താങ്ക് യു എല്ലാവർക്കും. എൻ്റെ പേര് അഞ്ജന. എനിക്ക് ഫുൾ A+ കിട്ടി. നമ്മുടെ ടീച്ചേഴ്സിൻ്റെയും രക്ഷിതാക്കളുടെ ഒക്കെ പ്രാർത്ഥനയും പിന്നെ എന്താ പറയുക അവരുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് എനിക്ക് ഫുൾ A+ കിട്ടി. അപ്പോൾ എല്ലാവർക്കും പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPM നാട്ടിക ഏരിയ കമ്മിറ്റി ഓഫീസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിങ്കളാഴ്ച ഉദ്ഘാടനം ചെയ്യും. പിതാവിന്റെ പാതയിൽ 60 തവണ രക്തദാനം നൽകി മുഹമ്മദ് സാബിർ. വലപ്പാട് 18ാം വാർഡിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ കളഞ്ഞുകിട്ടിയ കൈച്ചെയിൻ ഉടമയ്ക്ക് തിരിച്ചു നൽകി മാതൃകയായി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.